യെസ്, അപ്പോൾ കൊല്ലം സീറ്റിന്റെ കാര്യത്തിലാണ്. കൊല്ലത്തെ ഇരവിപുരത്തെ സീറ്റിൽ അത് RSPയുടെ ഒരു സീറ്റാണ്. അപ്പോൾ അത് ആർക്ക് നൽകണം എന്നുള്ള അവിടെ ആരാണ് RSPക്ക് വേണ്ടി മത്സരിക്കുക എന്നുള്ള കാര്യത്തിലാണ് നിലവിൽ ചർച്ചകൾ നടക്കുന്നത്. 4 പേരുകൾ ഇപ്പോൾ RSPയുടെ പരിഗണനയിലുണ്ട്. യെസ്, കോർപ്പറേഷൻ കൗൺസിലർ MS ഗോപകുമാറിന്റെ പേരിനാണ് മുൻഗണന. മുതിർന്ന നേതാവ് സജി ഡി ആനന്ദ്, മുൻ കൗൺസിലർ N നൌഷാദ്, പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രൻ എന്നിവരും ലിസ്റ്റിലുണ്ട്. യെസ്, അപ്പോൾ അവരിൽ ഒരാളാകും സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. അത് ആരാകും എന്നുള്ളതാണ്. അപ്പോൾ കോർപ്പറേഷൻ കൗൺസിലർ MS ഗോപകുമാറിനാണ് നിലവിൽ സാധ്യത കൽപ്പിക്കുന്നത്. പക്ഷേ യുവമുഖത്തെ പരിഗണിക്കുകയാണെങ്കിൽ NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക്കിന് അവസരം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. യെസ്, കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, ഇരവിപുരം നിലവിൽ CPM ആണ് അവിടെ വിജയിച്ചത്. M നൌഷാദ് MLA ആണ്. അതിനപ്പുറത്തേക്ക് RSP വലിയ വിജയ പ്രതീക്ഷ ഇത്തവണ വെച്ച് പുലർത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷമായി ഒരു MLA പോലും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന RSPയെ സംബന്ധിച്ചിടത്തോളം വിജയം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത പോരാട്ടം നേരിടേണ്ടി വന്നാലും അതിനായുള്ള എല്ലാ പരിശ്രമങ്ങളും അവർ നടത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും വിജയ സാധ്യതയുള്ള ഒരാളെ ആ സീറ്റിൽ നിർത്തുക എന്നുള്ളതിന് തന്നെയായിരിക്കും മുൻതൂക്കം. അങ്ങനെ നോക്കുമ്പോൾ ആരുടെ പേരുകൾക്കൊക്കെ പ്രഥമ പരിഗണന ലഭിക്കുന്നു പാർട്ടി? കൊല്ലം ജില്ലയിൽ RSPക്ക് 3 സീറ്റുകളാണുള്ളത്. കുന്നത്തൂർ, ചവറ, ഒപ്പം തന്നെ ഇരവിപുരം. 2 ടേം മുൻപ് വരെ RSP ജയിച്ചിരുന്ന ഒരു സീറ്റായിരുന്നു ഇരവിപുരം. A അസീസ് ആയിരുന്നു അവിടെ നിന്നുള്ള MLA. എന്നാൽ A അസീസ് UDFിലേക്ക് വന്നതിന് ശേഷം, അതായത് RSP സമ്പൂർണ്ണമായി UDFിലേക്ക് വന്നതിന് ശേഷം ജില്ലയിൽ ഒരു MLA RSPക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് പാർട്ടിയെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. അതായത് LDF ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായ നേട്ടങ്ങൾ ഇപ്പോൾ ഇല്ല. MP സ്ഥാനം മാത്രം, അതായത് MP ആയി ജയിച്ചു വരുന്നു എന്നുള്ള ഒറ്റ നേട്ടം മാത്രമുണ്ട് എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതിനൊരു മാറ്റം വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് നേരത്തെ തന്നെ, അതായത് ഈ ഒരാഴ്ചയോടുകൂടെ തന്നെ ഇവർ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ചവറയിലും കുന്നത്തൂരിലും ഏകദേശം സ്ഥാനാർത്ഥികൾ ആരെന്നുള്ള കാര്യം തീരുമാനമാവുകയും ചെയ്തിട്ടുണ്ട്. ഇരവിപുരത്തെ സംബന്ധിച്ചിട്ടാണ് 4 പേരുടെ പേരുകളാണ് മുൻതൂക്കം നൽകുന്നത്. അതിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് MS ഗോപകുമാറിനാണ്. ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ കോർപ്പറേഷനിലേക്ക് വിജയിക്കുന്ന കൗൺസിലറാണ്. മുതിർന്ന നേതാവാണെന്നുള്ളതും ഒരു പരിഗണന തന്നെയാണ്. ആളുകൾക്കെല്ലാം സുപരിചിതനാണ്. മറ്റൊരാൾ സജി ഡി ആനന്ദാണ്. തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നു, ആളുകൾക്ക് സുപരിചിതൻ എന്നുള്ളതും. മൂന്നാമത്തെ ആൾ നൌഷാദാണ്. 2 തവണയായി പള്ളിമുക്കിൽ നിന്നും കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇവർ 3 പേരും പരിചയസമ്പന്നരാണ്, മണ്ഡലത്തിലൊക്കെ സുപരിചിതരാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇതൊന്നും അല്ലാതെ ഒരു യുവ പ്രാതിനിധ്യം വേണമെന്നുള്ള ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു പരിഗണനയായി വരുന്നത് ഒറ്റപ്പേരാണ്. കാർത്തിക് പ്രേമചന്ദ്രൻ എന്നുള്ള പേരിലേക്ക് മാത്രമാണ് എത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം. MP മകനാണ്. MP എങ്ങനെയാണ് ഇലക്ഷൻ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് ആ പാർട്ടിക്കാർക്ക് പോലും പലപ്പോഴും അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു കാര്യം വരുമ്പോൾ M നൌഷാദ് എന്ന് പറയുന്ന ഒരു MLAക്ക് തന്നെ വീണ്ടും അവസരം കൊടുക്കും. കാര്യം മണ്ഡലം നിലനിർത്തണമെങ്കിൽ നൌഷാദ് വേണമെന്നുള്ളൊരു ആവശ്യം അവിടെ നിന്ന് തന്നെ പാർട്ടിക്കുള്ളിൽ ഉയർന്നിട്ടുണ്ട്. 28,000 വോട്ടാണ് കഴിഞ്ഞ 2 തവണയായി M നൌഷാദിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അത് ആ ഒരു നിലയിൽ നിന്ന് നിൽക്കുന്നു. വലിയ കുറച്ചിലും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ M നൌഷാദിനെതിരെ മത്സരിക്കുമ്പോൾ അത്രത്തോളം ഇലക്ഷൻ നല്ല ടാക്ടിക്കലാക്കി തന്നെ അതിനെ പരിഗണിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു യുവമുഖം വരട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് പോയാൽ അവിടെ കാർത്തികിന് ഒരു മുൻതൂക്കം ഉണ്ടാകും. അല്ല എന്നുണ്ടെങ്കിൽ ഗോപകുമാർ എന്നുള്ള ഒരു പേരിലേക്ക് എത്താൻ തന്നെയാണ് സാധ്യത. ഈ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് RSPയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ ഇപ്പോഴും ഒരു വലിയ പരാജയം, UDF അധികാരത്തിലൊക്കെ വന്നു, പക്ഷേ RSP ഒരു പരാജയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനിയും UDFിൽ തുടരണോ എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ തന്നെ പല മുതിർന്ന നേതാക്കളും ചോദിക്കുന്നുണ്ട്. LDFിലേക്ക് പോയിക്കൂടെ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പ്ലിറ്റിലേക്ക് പോലും പോകാൻ സാധ്യതയുണ്ട്. അത് ഉണ്ടാകാതിരിക്കാൻ പരമാവധി സീറ്റുകളിലേക്ക് വിജയിക്കുക, അതിന് ഏത് വിധേനയും വിജയ സാധ്യത മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ തന്നെ RSP പോകുന്നത്. അതുകൂടി പരിഗണിച്ചാകും തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. ശരി, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയതിന്.